ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെയ്ക്ക് അന്വേഷിച്ചിട്ടില്ല. കാരണം ഒരു കാരണമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു, അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല, അത് മാത്രമല്ല ഇതിപ്പോ സംസ്കരിച്ചു. ഇല്ല, അത് തന്നെയാണ് കാരണം. ഇല്ല, ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് തീരുമാനങ്ങൾ ആലോചിച്ച് ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് ഒരു മിനിറ്റ്. 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, 2ാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ 1ാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, 2ാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ചുറ്റുപാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ, അലങ്കോലങ്ങൾ, സോഷ്യൽ മീഡിയകളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, എത്ര മലീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട്, ഈ കേരളം ഇന്നും ഇന്നലെയും ഒന്നും മുസ്ലിമീങ്ങളെ അറിയാൻ തുടങ്ങിയ നാടല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ ഖുബൈസിന്റെ താഴ്വാരത്ത് മക്കക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു ഏകനാണ്, ആ അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് ഞാനെന്ന് ഉദ്ഘോഷിക്കുന്ന കാലം മുതൽ അല്ല അതിനപ്പുറവും അറബികൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ ലോകം നെഞ്ചേറ്റുന്നതിനും എത്രയോ കാലം മുമ്പ് നമ്മുടെ തീരങ്ങളിൽ വന്നിറങ്ങിയ അറബികളെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ ചരിത്രം പറയുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനർനിർമ്മാണം നടത്തുന്ന കാലത്ത് നല്ല തടികൾ തേടി അറബികളായ വ്യാപാരികൾ നമ്മുടെ തീരങ്ങളിൽ വന്നതിന്റെ ചരിത്രം നമ്മൾക്ക് പറയാനുണ്ട്. ആ എല്ലാത്തിലും ഉപരി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ആരംഭിച്ചു. മക്കത്തുൽ മുക്കറമ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, വെളിച്ചത്തിന്റെ പർവ്വങ്ങളിലേക്ക് പ്രവാചകർ കൈപിടിച്ചു നടന്ന ആ കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കാലത്ത് മഹാനരായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. കേരളം മുസ്ലിമീങ്ങളെ അറിയുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനബി അനുയായികളുടെ പാദമുദ്രകൾ പതിഞ്ഞ ഇടമാണ് നമ്മുടെ നാട്. ഇന്ത്യ രാജ്യത്തേക്ക് സ്വാത്വികരായ സൂഫി വര്യന്മാർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നവരെല്ലാം സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും വക്താക്കളായി ഈ രാജ്യത്തെ മുഴുവനും ചേർത്തു പിടിച്ചിട്ടുണ്ട്. മഹാന്മാരായി നമ്മുടെ മസാറുകളിൽ മറപ്പെട്ടു കിടക്കുന്നവരുടെ എല്ലാം അരികിലേക്ക് നിങ്ങൾ നോക്കൂ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാന്യരായ ഔലിയാക്കളിൽപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, അവരുടെ മസാറിലേക്ക് ശാന്തി തേടി വരുന്നവരാരൊക്കെയാണ്? അതിലെല്ലാം മതസ്ഥരുമുണ്ട്. കാരണം അവർക്കറിയാം, മുൻഗാമികളിൽ നിന്ന് കേട്ട പരിചയമടക്കം ഈ മസാറിലേക്ക് കാരുണ്യം തേടി വന്നാൽ കരുണ തരാതെ മാറ്റി നിർത്തുന്ന ഇടമല്ല എന്ന് കേട്ടതുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മറപ്പെട്ടു കിടക്കുന്ന മഹാരഥന്മാരുടെ മസാറുകളിലേക്ക് ജാതി മത ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ആ മസാറുകളിൽ നിന്നുകൊണ്ട് അവരുടെ ആവലാദികൾ പറയാറുണ്ട്. കുറി തൊട്ടവരും കുരിശു വരച്ചവരും മഹാന്മാരുടെ മസാറുകളിൽ വന്ന് കരളുപൊട്ടി സങ്കടങ്ങൾ പറയാറുണ്ട്. ആ സങ്കടങ്ങൾ നിവർത്തി കിട്ടുന്ന നേരത്ത് സന്തോഷ സൂചകമായി പലപ്പോഴും പള്ളികളുടെ മുറ്റത്തേക്ക് അവർ ഓടി വരാറുണ്ട്. മഹാന്മാരുടെ അനുസ്മരണങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കണം? എന്തുകൊണ്ട് അവരുടെ ചരിത്രങ്ങളെ അയവിറക്കണം? എന്തുകൊണ്ട് അവർ ആഘോഷിക്കപ്പെടണം? സമകാലിക കേരളത്തിന്റെ സംഭവ വികാസങ്ങളടക്കം നമ്മളോട് ചരിത്രം പറഞ്ഞു തരുകയാണ്.
ഇടയടുപ്പമുള്ള ചരിത്രങ്ങളെ കൂടുതൽ പറയേണ്ട നേരമായിരിക്കുന്നു. മഹാന്മാരുടെ മസാറുകളിൽ കൂടുതൽ ആഘോഷങ്ങൾ നടക്കേണ്ട നേരമായിരിക്കുന്നു. അവരുടെ മനാഖിബുകളും അവരുടെ പുകഴ്ചകളും പറയാൻ ആളുകൾ ഉണ്ടാകേണ്ട നേരമായിരിക്കുന്നു. കാരണം എന്താണ്? കാലങ്ങൾ ഇത്രയും ഈ മണ്ണിൽ കടന്നു വന്ന പ്രവാചകരുടെ കാലം മുതൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സഹിഷ്ണുതയുടെ വക്താക്കളായി കടന്നു വന്ന മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ ഭരിക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളുണ്ട്. സഹിഷ്ണുതയോടെ ഇവിടെ എല്ലാവരോടും വർത്തിച്ചതിന്റെ ചരിത്ര വർത്തമാനങ്ങളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം അടങ്ങുന്ന വലിയൊരു സമൂഹമാ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ശാന്തിയോടെ അവരെല്ലാവരും താമസിക്കുന്ന ഇടത്ത് പരസ്പരം അവരെ തമ്മിലടിപ്പിക്കാൻ നുണക്കഥകൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഭക്ഷണം വിളമ്പുന്നത് തുപ്പിയിട്ടാണത്രേ. നിങ്ങളെല്ലാവരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോലാഹലങ്ങളൊക്കെ കേൾക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. അതിൽ പോലും തുപ്പാൻ പഠിപ്പിക്കാത്ത ഒരു മതമാ മനുഷ്യൻ ഭക്ഷിക്കാൻ എടുത്തു വെച്ച ഭക്ഷണ സാധനങ്ങളിൽ തുപ്പുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം വിഡ്ഢിത്തമാണ്, അതിന്റെ പിന്നിലുള്ളത് വിവരക്കേടാണ് എന്ന് സമൂഹത്തോടുറക്കെ പറയേണ്ട സമയമായിട്ടുണ്ട്. നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ്. നുണക്കഥകളുടെ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിവിടെ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോ മനുഷ്യഹൃദയങ്ങളെ ചേർത്തു പിടിച്ച മഹാരഥന്മാരുടെ മസാറുകളിൽ ആഘോഷങ്ങളുടെയും മനാഖിബുകളുടെയും ചീരണികൾ വിതരണം ചെയ്യുന്നതിന്റെയും ഉജീനം വിതരണം ചെയ്യുന്നതിന്റെയും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെയും കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരേണ്ട സമയങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും നുണകളിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ഊതിക്കെടുത്താൻ ഇവിടെ പല ആളുകളും എല്ലാ കാലത്തും വിവാദങ്ങൾക്കുമേൽ ഉയർന്നു നിന്ന മഹിതമായ ഇസ്ലാം നിങ്ങൾ നോക്കൂ. ക്രൈസ്റ്റ് ചർച്ച് എന്ന ന്യൂസിലൻഡിലെ പള്ളിയിലേക്ക് ഒരാൾ തോക്കുമായി കടന്നു ചെല്ലുന്നു. ന്യൂസിലൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടത്തിയിട്ട് 40ഓളം നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീണു. ആ മരിച്ചു വീണ മനുഷ്യർക്ക് ശേഷമാണ് ശരിയായ വിശുദ്ധ ഖുർആൻ എന്താണ്, ബാങ്ക് എന്താണ്, നിസ്കാരം എന്താണ് എന്ന് ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയത്, വിശുദ്ധമായ ഇസ്ലാമിനെ അടുത്തറിയാൻ തുടങ്ങിയത്. ന്യൂസിലൻഡിന്റെ പാർലമെന്റിൽ ഖുർആൻ മുഴങ്ങിയതിന്റെ കാരണം എന്താണ്? 40ഓളം വരുന്ന നിരപരാധികളായ മനുഷ്യരുടെ രക്തം ആ ഭൂമിയിൽ വീണതിന് ശേഷം നമ്മുടെ സമൂഹത്തിന്റെ നടുത്തളത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതറുന്നവരെ തീരുമാനമെടുത്ത് കൈകാര്യം ചെയ്യേണ്ടത്, തീരുമാനം കൈക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്, നിയമപരമായി അവരെ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ കൊടുത്ത് സമൂഹത്തിൽ അവർ വിതറുന്ന വിഷങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അത് ആലോചിക്കേണ്ട വിഷയമാണ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന് സമ്മാനിച്ചതെന്താണ്? ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങളുടെ മുഴുവനും മറുപുറം എല്ലാ കാലത്തും സത്യത്തെ മാത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാം വിളിച്ചു പറഞ്ഞ സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ സത്യത്തിന്റെ സന്ദേശം എല്ലാ ജനങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യരെ, നിങ്ങൾ ഒന്നാണ്. നിങ്ങളുടെ ഉമ്മയും വാപ്പയും ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും വന്നവരാണ്. നിങ്ങൾ പകുത്തുവെക്കപ്പെടേണ്ട മനുഷ്യരല്ല. ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസാ. എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളെ വിശുദ്ധമായ ഇസ്ലാം പൊളിച്ചു കളയുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യരും സമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്. മക്കത്തുൽ മുക്കറമയിൽ പ്രവാചകരുടെ പ്രഖ്യാപനമാണ്. ഓ മനുഷ്യ, നിങ്ങളൊന്നാണെന്ന് വിശുദ്ധ ഖുർആൻ. പേരും പെരുമകളും കൊണ്ട് നിങ്ങൾ വലിയവരാണെന്ന് ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നവരെയൊന്നും നിസാരമായി നിങ്ങൾ ഗണിക്കേണ്ടതില്ല. നിങ്ങളാരാണ്? നിങ്ങളൊരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. വിശുദ്ധ ഖുർആൻ
നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ മക്കാ മുക്കറമയിൽ നിന്ന് പ്രവാചകർ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന രാത്രിയെ ചരിത്രം പറയുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിൽ ശത്രുക്കളുടെ വലിയ ഒരു സമൂഹം ഒരുമിച്ച് കൂടുകയാണ്. എല്ലാ ഗോത്രങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെയുണ്ട്. എല്ലാ വീടുകളിൽ നിന്നുമുള്ള ആന്തരികളുണ്ട്. കാരണം ഇവിടെ നശിപ്പിക്കേണ്ടത് ആരെയാണ്? ഖുറൈശി തറവാട്ടിലെ പ്രമുഖമായ തറവാട്ടിലെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നശിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകർ ഈ ലോകത്തിന് സമ്മാനിക്കുന്ന വെളിച്ചത്തെ ഊതിക്കെടുത്തേണ്ടതുണ്ട്. ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയാണത്തെ ഇവിടെ നിഷ്ഫലമാക്കി കളയേണ്ടതുണ്ട്. ഇവിടെ ഇനി ആദർശം പറയാൻ പ്രവാചകരുണ്ടാകാൻ പാടില്ല. ആളുകളുടെ മുന്നിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ തറവാട്ടിൽ നിന്നും ആളുകളെ ശേഖരിക്കുകയാണ്. വരൂ, സുഖമായുറങ്ങുന്ന പ്രവാചകരുടെ ചാരത്തു ചെന്നു നിന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന നേരത്ത് കൊന്നുകളഞ്ഞാലോ? എല്ലാവരും അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്. കാരണം പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു ഗോത്രമാണിത് ചെയ്തതെന്ന് വിചാരിക്കാൻ പാടില്ല. ഇതിവിടുത്തെ മുഴുവൻ ആളുകളുടെയും ചിന്തയാണെന്ന് വേണം ചിത്രീകരിക്കാൻ. അതുകൊണ്ട് വരൂ, വിഷലിപ്തമായ ആശയങ്ങളെ പ്രചരിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിനെതിരെ പടയൊരുക്കുകയാണ്. വരൂ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുമ്പിലാണ്. പാതിരാവിൽ പ്രവാചകർ ഉറങ്ങുന്നതും കാത്തവര് നിൽക്കുകയാണ്. പുറത്തേക്കിറക്കുന്ന സമയം വരാനുണ്ട്. ആ സമയത്ത് കൊന്നുകളയാം. പുറത്തേക്കിറക്കുന്ന സമയത്ത് പ്രവാചകരെ നശിപ്പിച്ചു കളയാം. ഊരിപ്പിടിച്ച വാളുമായി ഒരു കൂട്ടം കലാപകാരികൾ റസൂലുള്ളാന്റെ വീട് വളഞ്ഞു നിൽക്കുന്ന നേരത്തും പ്രവാചകരുടെ വീടിന്റെ ഉള്ളിൽ ഒരു ചർച്ച നടക്കുകയാണ്. മുന്നിലേക്ക് എത്തിയാലോ അവര് തല കൊയ്യാനിരിക്കുന്ന ആളുകളാണ്. അവരുടെ മുന്നിലേക്ക് ഇറങ്ങിയാൽ അവര് തല ഛേദിച്ചു കളയാനുള്ള വരവാണ്. അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വർഗീയത ഇങ്ങനെ പതച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. കൊല്ലാനുള്ള വരവാണ്. ആ വരവിന്റെ ഇടയിലേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്. വാൾത്തലപ്പുകളുടെ മിന്നായം കാണുന്ന നേരത്തും പ്രവാചകരുടെ വീടിനുള്ളിലെ ചർച്ച എന്താണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ ചർച്ച എന്താണ്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. അലിയേ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിവിടെ നിന്ന് പോകാനുണ്ട്. ശത്രുക്കളായി വീടിന്റെ 4 ഭാഗത്തും വന്നു നിൽക്കുന്ന ആളുകളെ കാണുന്നില്ലേ അലിയേ? അവരിൽ പല ആളുകളും ഞാനുമായി സാമ്പത്തിക ഇടപാടുകളുള്ളവരാണ്. അവരുടെ പലരുടെയും കിഴികൾ എന്റെ പക്ഷത്താണ്. പല ആളുകളും സൂക്ഷിപ്പ് മുതലുകൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. അവരുടെ സമ്പാദ്യങ്ങൾ പലതുമുള്ളത് എന്റെ വീട്ടിലാണ്. അല്ലയോ അലിയേ, അള്ളാഹുവിന്റെ പ്രവാചകർ മക്കയോട് യാത്ര പറയുന്ന രാത്രിയാണ്. കഅബാലയം എന്ന പരിശുദ്ധമായ ദേവാലയത്തോട് സലാം പറയുകയാണ്. പിറന്നു വീണ നാടിനോട് യാത്ര പറയാൻ ഒരുങ്ങുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ.
ലോകത്തിന് മുഴുവനും സന്മാർഗത്തിന്റെ വെളിച്ചമായ കഅബാലയത്തിന്റെ നടുത്തളത്തിൽ നിന്ന് വരാനുള്ള ലോകങ്ങളുടെ മുഴുവനും ദൂതരായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറയുന്ന രാത്രിയാണ്. പിറന്നതാ കഅബാലയത്തിന്റെ ചാരത്താണ്, ഓടി നടന്നതാ കഅബാലയത്തിന്റെ ഫസ്ദിഖൂ ഫിൽ ഗാരി വസുദ്ദീഖൂ ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ ആരിമി അൽ അമീൻ എന്നാണു വിളിപ്പേര് ത്വാഹ നബിയുള്ള അല്പവും ചിന്തില്ല അവർ പോര് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിതങ്ങളുടെ ചാണിനൊപ്പിച്ചു നടന്ന മഹാരഥന്മാർ, അവരുടെ ജീവിതവും എന്തത്ഭുതമാണ്. അവരെ പറയാൻ ഇന്നും ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. മഹാരഥന്മാരുടെ അനുധാവനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുകയാണ്. അവരെ അനുസ്മരിക്കപ്പെടുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അനുസ്മരിക്കേണ്ടത്? അള്ളാഹുവിന് വഴിപ്പെട്ടു നടന്നവരും അള്ളാഹുവിന്റെ പ്രവാചകരുടെ കുടുംബങ്ങളും ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ ചേർത്തവരുമാണവർ. അവരെ അനുധാവനം ചെയ്യുക മാത്രമല്ല, അവരെ അനുസ്മരിക്കലും നമ്മുടെ കടമയാണ്. മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടി എപ്പോഴും പ്രവാചകരുടെ വഴിത്താരയിൽ നടന്നവരാണ്. അവരും കളവ് പറയാറില്ലെന്നു മാത്രമല്ല, കഞ്ചനയുള്ള ഒന്നും അവരുടെ ജീവിതത്തിലില്ല. അത്രമേൽ വിശുദ്ധമാണ്. ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ ബാവ മുദുവീൻ ഖുതുബായി വന്നോവർ വാനം ആദേലിയും കേളി നിറഞ്ഞോവർ. ഇത് മുഹീദ്ദീൻ മാലയുടെ വരികളാണ്. മുഹീദ്ദീൻ മാലയുടെ വരികളാണ് ഇതെല്ലാം. അല്ലാ തിരുപേരും അറിയുന്നവരുണ്ടോ? തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം മൂടയവൻ ഏകൽ അരുളാലേ ആയേ മുഹദ വർഗീലാണോവർ. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബാണ് മുഹീദ്ദീൻ മാല. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? അന്നത്തെ ഒരു ചിന്ത. മുഹീദ്ദീൻ മാലയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മഹാരഥന്മാരെ പറയുമ്പോ എന്തിന്? ഒമൈക്രോണിന്റെ കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങൾ എന്തിന്?